നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയും നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് മലയാള സിനിമാ ലോകം ഇന്ന് വിട നൽകും. സംസ്കാരം ഇന്ന് രാവിലെ 10-ന് തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആയിരക്കണക്കിന് സിനിമാ പ്രേമികളാണ് കണ്ടനാടുള്ള വസതിയിലും ടൗൺ ഹാളിലും എത്തി ഇന്നലെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ശ്രീനിവാസൻ്റെ അടുത്ത സുഹൃത്തുക്കളായ സത്യൻ അന്തിക്കാട്, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക താരങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ടൗൺ ഹാളിൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം കണ്ടനാടുള്ള വീട്ടിൽ നിന്ന് ടൗൺ ഹാളിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണിവരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഇടമുറിയാതെ ജനം ഒഴികെയോടെ അത് അരമണിക്കൂർ കൂടി നീണ്ടു. ഒടുവിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് കണ്ടനാട്ടെ വീട്ടിലേക്ക് അന്ത്യയാത്ര. അന്തരിച്ച നടൻ ശ്രീനിവാസനെ അനുസ്മരിച്ച് തമിഴിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനീകാന്തും ശ്രീനിവാസൻ ഇനി നമുക്കൊപ്പമില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്ന് രജനീകാന്ത് പറഞ്ഞു. ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ച് പഠിച്ചവരാണ് രജനിയും ശ്രീനിയും. ശബ്ദ സന്ദേശത്തിലൂടെയാണ് രജനീകാന്ത് ശ്രീനിവാസനെ ആദരം അർപ്പിച്ചത്. ചില കലാകാരന്മാർ നമ്മളെ രസിപ്പിക്കും, ചിലർ പ്രബുദ്ധരാക്കും, ചിലരാകട്ടെ പ്രകോപിപ്പിക്കും. ശ്രീനിവാസൻ ഇതെല്ലാം ചെയ്തതെന്നാണ് കമൽഹാസൻ കുറിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ കഴിഞ്ഞ 11 വർഷമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ബുൾഡോസ് ചെയ്തിരിക്കുകയാണെന്നും കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് സമവായത്തോടെ നടപ്പാക്കിയ തൊഴിലുറപ്പ് നിയമം ഗ്രാമസ്വരാജിൻ്റെ സ്വപ്നമായിരുന്നുവെന്നും ഇപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടുവെന്നും അവർ അഭിപ്രായപ്പെട്ടു. VBG റാം ജി ഒരു കരിനിയമമാണെന്നും ഈ കരിനിയമത്തിനെതിരെ പോരാടാൻ കോൺഗ്രസും താനും പ്രതിജ്ഞാബദ്ധരാണെന്നും പോരാട്ടം തുടരുമെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SITയുടെ നീക്കം. ഇതിനായി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ലോഹപാളികൾ ഉള്ളത് ശബരിമല സ്വർണ്ണമാണെന്ന് അറിഞ്ഞാണ് ഇരുവരും കൊള്ളയ്ക്ക് കൂട്ടുന്നതെന്നാണ് SIT വ്യക്തമാക്കുന്നത്. 474 ഗ്രാം സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിലും മാളികപ്പുറത്തും മാല വാങ്ങാനുമായി 20 ലക്ഷം നൽകിയാൽ മതിയെന്നും പോറ്റി പറഞ്ഞതായും ഗോവർദ്ധൻ മൊഴി നൽകി. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാശനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും റവന്യൂ മന്ത്രി K രാജനും ചേർന്ന് നിർവഹിച്ചു. 2026 ജനുവരി 14 മുതൽ 18 വരെ തൃശ്ശൂരിലാവും കലോത്സവം അരങ്ങേറുക. തേക്കൻകാട് മൈതാനമായിരിക്കും പ്രധാന വേദി. ജനുവരി 14 രാവിലെ 10 മണിക്ക് തേക്കൻകാട് മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുട്ടികളുടെ കലാമാമാങ്കത്തിന് തിരിതെളിക്കും. ജനുവരി 18 സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ പങ്കെടുക്കും. പാലസ് ഗ്രൗണ്ടിലായിരിക്കും ഭക്ഷണശാലയെന്ന് മന്ത്രിമാർ അറിയിച്ചു. വർഗീയ ശക്തികൾക്കെതിരെ നെഞ്ചുപിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യൂനപക്ഷങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്നും പിണറായി പറഞ്ഞു. ഇടത് സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയത്. മലപ്പുറം രൂപീകരിക്കുമ്പോൾ ഇടത് സർക്കാർ നേരിട്ട വിമർശനങ്ങൾ അറിയാമല്ലോ. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടെ കണ്ടു. അത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വെച്ച് അളക്കാവുന്നതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനത്ത് സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാഷ്ട്രീയ നേതാക്കളോട് നീതിപൂർവമായ കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂവെന്നും LDFും UDFും സമസ്തയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതസൗഹാർദ്ദം വാക്കിലൊതുങ്ങരുത്, പ്രവൃത്തിയിലും വേണം. സകല മനുഷ്യർക്കിടയിലും സൗഹാർദ്ദം ഉണ്ടാകണമെന്നും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്തയെന്നും സമസ്ത ടെക്നോളജിക്ക് എതിരല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനം സംഘടിപ്പിച്ച സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു ജിഫ്രിക്ക് മുത്തുക്കോയ തങ്ങൾ. NDAയുടെ പ്രധാന ഘടകകക്ഷി കേന്ദ്രമന്ത്രി ജിതൻ റാം മഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച പാർട്ടിയുടെ ഉത്തരേന്ത്യയ്ക്ക് പിന്നാലെ കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുന്നു. വാളയാർ ആൾക്കൂട്ട കൊലയിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി. അതിഥിത്തൊഴിലാളിയുടെ മരണം അങ്ങേയറ്റം വേദനാജനകവും ഗൗരവതരവുമാണ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കും. മാനുഷിക പ്രശ്നമായി കണ്ട് മൃതദേഹം ഛത്തീസ്ഗഡിൽ എത്തിക്കുവാൻ സർക്കാർ മുൻകൈ എടുക്കും. പൈശാചികമായ ആക്രമണമാണ് നടന്നതെന്ന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾ കൊല്ലപ്പെട്ടു. പുൽപ്പള്ളി വണ്ടിക്കടവിൽ ആണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. മാരൻ എന്നയാളെയാണ് കടുവ ആക്രമിച്ചത്. മാരനെ കടുവ ഉൾക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹം കണ്ടെടുത്ത് വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം നടന്നത്. ചലച്ചിത്ര പ്രവർത്തകയുടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവ് ലഭിച്ചു. 7 ദിവസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ ഹാജരാകണമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സമാനമായ കേസുകൾ അകപ്പെടാൻ പാടില്ല എന്നിവയാണ് മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ.
രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ജനുവരി 1 മാറ്റി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ ഇന്നും പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയില്ല. പരാതിക്കാരിക്ക് ഗർഭത്തിലുള്ള മരുന്ന് എത്തിച്ചത് രാഹുലിൻ്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തേക്ക് രാത്രി യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന പരാതിയിൽ നടപടി. KSRTC തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ കണ്ടക്ടറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുകയായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ബസ്സിലെ അങ്കമാലിക്കും മുരിങ്ങൂരിനും ഇടയ്ക്കുള്ള പൊങ്ങം എന്ന സ്ഥലത്ത് ഇറങ്ങേണ്ടിരുന്ന വിദ്യാർത്ഥിനികളെ ഈ സ്റ്റോപ്പിൽ ഇറക്കാതെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഇറക്കുകയായിരുന്നു. യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. തിരുവനന്തപുരത്ത് ഓട്ടോ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചാണ് പരാതി. മർദ്ദനമേറ്റ് നാലാഞ്ചിറ സ്വദേശി തസ്കീറിനാണ് മണ്ണന്തല പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ആരോപണം. മർദ്ദനേറ്റയാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇയാളെ മർദ്ദിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. തലശ്ശേരി കണ്ടിക്കൽ വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിൽ വൻ തീപിടുത്തം. അഗ്നിബാധയെ തുടർന്ന് കനത്ത പുക തലശ്ശേരിയിലും സമീപപ്രദേശങ്ങളിലും പടർന്നു. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. വെൽഡിംഗ് ജോലിക്കുണ്ടായ തീപ്പൊരിയാണ് അപകട കാരണമെന്നാണ് സൂചന. കണ്ണൂരിലെ വിവിധ ഫയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്നെത്തിയ 8 യൂണിറ്റും വിമാനത്താവളത്തിലെ യൂണിറ്റും ദൗത്യത്തിൽ പങ്കെടുത്തു. തീപിടുത്തമുണ്ടായ ഉടൻ തൊഴിലാളികൾ ഒഴിഞ്ഞുപോയതിനാൽ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കില്ല. തൃശൂർ പഴുവിൽ യുവതി വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴുവിൽ വെസ്റ്റ് വലിയകത്ത് സുൽഫത്ത് ആണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വീട്ടിലെ അടുക്കളയിലാണ് കത്തിക്കരഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലപരിധി പകുതി പിന്നിടുന്ന വേളയിൽ ഹൈക്കമാൻഡ് വിളിക്കായി കാത്തിരിക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.